കാലത്ത് പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ വില്ലോ എന്നു പേരുള്ള ഒരു ഗംഭീര മരം അവിടെ നിന്നു. വില്ലോ ഏതെങ്കിലും മരമായിരുന്നില്ല, മുഴുവൻ വനത്തിലെയും ഏറ്റവും നല്ല വൃക്ഷമായിരുന്നു അവൾ. ചെറിയ അണ്ണാൻ മുതൽ കരയുന്ന പക്ഷികൾ വരെ അവൾക്ക് ചുറ്റും വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും അവൾ സ്നേഹിച്ചു. എല്ലാ ദിവസവും കത്തുന്ന സൂര്യനിൽ നിന്ന് അഭയം തേടുന്ന മൃഗങ്ങൾക്ക് വില്ലോ തണൽ നൽകും. വിശക്കുന്ന പക്ഷികൾക്കും പാർപ്പിടത്തിനുമായി അവൾ അവളുടെ ചീയഞ്ഞ പഴങ്ങൾ പങ്കിടും. മഴയുള്ള ദിവസങ്ങളിൽ ദുർബലമായ ചിത്രശലഭങ്ങൾ. വില്ലോയുടെ ദയയ്ക്ക് അതിരുകളില്ല. ഒരു സുപ്രഭാതത്തിൽ കോട്ടൺ എന്നു പേരുള്ള ഒരു ചെറിയ മുയൽ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കാട്ടില് പേടിച്ചും തനിച്ചും അവൻ വില്ലോയിൽ ഇടറി. അവളുടെ ഇലകളുടെ മൃദുലമായ മുഴക്കത്തോടെ വില്ലോ കോട്ടൺ ആശ്വസിപ്പിച്ച് വീട്ടിലേക്കുള്ള വഴി അവനെ കാണിച്ചു. ആ ദിവസം മുതൽ കോട്ടൺ പലപ്പോഴും വില്ലോ സന്ദർശിക്കുകയും അവർ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ഒരു ദിവസം ഒരു ഉഗ്രമായ കൊടുങ്കാറ്റ് വനത്തിലൂടെ ആഞ്ഞടിച്ചു. അതിന്റെ ഉണർവിൽ നാശം അവശേഷിപ്പിച്ചു. വില്ലോ ധൈര്യത്തോടെ അവളുടെ നിലത്തു നിന്നു, അവളുടെ വനസുഹൃത്തുക്കളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിച്ചു. എന്നാൽ കൊടുങ്കാറ്റ് വളരെ ശക്തമായിരുന്നു. കൂടാതെ വില്ലോയുടെ ശാഖകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ അവളുടെ ദുരവസ്ഥയിൽ ദുഃഖിതരായ വനമൃഗങ്ങൾ വില്ലയ്ക്ക് ചുറ്റും കൂടി. അവരുടെ നല്ല സുഹൃത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവർ അവളുടെ മുറിവുകൾ സുഖപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവളെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിച്ചു. കഥയുടെ ഗുണപാഠം: ദയയും സഹകരണവും ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കും.